ഞാൻ സോവി കുര്യാച്ചൻ. ഞാനൊരു ബൈബിൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. യുവജനങ്ങൾ പ്രത്യാശയോടെ മുന്നോട്ട് എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മാറ്റങ്ങളുടെയും പുതിയ ചിന്തകളുടെയും പ്രതീകങ്ങളാണ് യുവാക്കൾ. സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ യുവതലമുറയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്നത്തെ യുവതലമുറ അനേകം വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയും മറുവശത്ത് ലഹരിയും പാപ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ ദൈവവചനത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ക്രൈസ്തവ എഴുത്തുകാരനും ദിവ്യ ബാലകാശ്രമത്തിന്റെ സ്ഥാപകനും ന്യൂ ലൈഫ് റിട്രീറ്റ് ഡയറക്ടറുമായ സർ അബ്രഹാം പുറമടമാണ്. സർ, ഈ ചർച്ചയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നന്ദി ടീച്ചർ. പ്രിയ യുവജനങ്ങളോട് ദൈവവചനം പങ്കുവെക്കുവാൻ ലഭിച്ച ഈ അനുഗ്രഹീതമായ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 12:1 ഇങ്ങനെ പറയുന്നു: നിന്റെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. അതുകൊണ്ട് യൗവന കാലത്ത് നിന്റെ യുവത്വത്തിൽ നീ ദൈവത്തെ സ്തുതിക്കുവാനാണ്, ഓർക്കുവാനാണ് ദൈവം പറയുന്നത്. ഈ ചർച്ച അനേകം യുവജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സാറ്, ഇന്ന് നമ്മുടെ യുവാക്കളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ 2 അപകടങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗവും ജീവിത വിശുദ്ധിയില്ലായ്മയും. യുവാക്കൾ ഇതിലേക്ക് എങ്ങനെയാണ് വീണു പോകുന്നത്? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെ എങ്ങനെ കാണാം? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ചോദിച്ചത്. പിശാച് ഇന്ന് യുവജനങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ കെണികളിൽ ഒന്നാണ് ലഹരിയും ജഡിക മോഹങ്ങളും. ദൈവത്തിന്റെ ആത്മാവ് വസിക്കേണ്ട ശരീരത്തെ മയക്കുമരുന്നിനും അശുദ്ധിക്കും വിട്ടുകൊടുക്കാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 6:19-20 വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ശരീരത്തിൽ നമ്മൾ ഈ മദ്യവും മയക്കുമരുന്നും ജഡിക മോഹങ്ങളും ഒന്നും നിറവേറ്റപ്പെടാൻ പാടില്ല. ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വാങ്ങപ്പെട്ട ജീവിതത്തെ നശിപ്പിക്കാൻ സാത്താൻ നൽകുന്ന വ്യാജ സന്തോഷങ്ങളാണ് ലഹരിയും അവിശുദ്ധ ജീവിതവും. എന്നാൽ യഥാർത്ഥ സന്തോഷം ദൈവ സാന്നിധ്യത്തിലാണ്. ഇത് യുവാക്കൾ തിരിച്ചറിയണം. ആണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം യുവാക്കൾ തിരിച്ചറിഞ്ഞാൽ ഇത്തരം ലഹരികൾക്ക് അടിമയാകാൻ പോകില്ല. ലഹരി നൽകുന്ന താൽക്കാലിക ഉന്മാദമല്ല, ക്രിസ്തു നൽകുന്ന നിത്യസമാധാനമാണ് യുവജനങ്ങൾക്ക് ആവശ്യമായത്. പാപത്തിന്റെ വഴികളിൽ നിന്ന് ആത്മാർത്ഥമായി മടങ്ങി വരാൻ ഒരു തീരുമാനമെടുത്താൽ ദൈവത്തിന്റെ കൃപ അവരെ പൂർണ്ണമായും വിടുവിക്കും. അപ്പൊ തീരുമാനമെടുക്കേണ്ടത് യുവാക്കളാണ്. ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഇന്നത്തെ യുവതലമുറ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ കുട്ടികൾ, യുവാക്കൾ, യുവതികൾ അവര് ദൈവത്തിന്റെ ആത്മീയതയിലേക്ക് കടന്നു വരികയും ആത്മീയമായി ദൈവത്തെ അനുഗമിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ, ലോകത്തിന് കയ്യിൽപ്പെടാതെ പിടിച്ചു നിൽക്കാനാണ് സാധിക്കും. അതെ, സാറ് പറഞ്ഞ വളരെ പ്രസക്തമായ വചനങ്ങളാണ്. ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ ആത്മീയ ബലം അനിവാര്യമാണല്ലോ. എന്നാൽ ഇന്നത്തെ യുവാക്കളിൽ പ്രാർത്ഥനയുടെ കുറവും ദൈവവചനത്തോടുള്ള അനുസരണക്കേടും വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? പ്രാർത്ഥനയും ദൈവവചനവും ഇല്ലാത്ത ജീവിതം പ്രതിരോധമില്ലാത്ത കോട്ട പോലെയാണ്. ശത്രുവിനെ എപ്പോൾ വേണമെങ്കിലും അതിനെ ആക്രമിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 119:9 ഇപ്രകാരം ചോദിക്കുന്നു: ബാലൻ തന്റെ നടപ്പിനെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതല്ല തന്നെ. അപ്പോൾ ഓരോ യുവാവും യുവതിയും തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ദൈവവചനത്തിൽ ഊന്നിയാണ്. ദൈവവചനത്തെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നു അവരുടെ ജീവിതത്തിൽ എന്ന് പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇന്ന് യുവാക്കന്മാർ മണിക്കൂറുകളോളം സ്മാർട്ട് ഫോണിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുന്നു. എന്നാൽ ദൈവത്തോട് സംസാരിക്കാൻ 5 മിനിറ്റ് പോലും കണ്ടെത്തുന്നില്ല. മറ്റ് കുട്ടികൾ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാൻ, ബെസ്റ്റിയോട് ചാറ്റ് ചെയ്യാൻ,
അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് ഫോണിലൊക്കെ ഒത്തിരി സമയം ചെലവഴിക്കുന്നത്. പക്ഷെ ദൈവവുമായിട്ട് ബന്ധപ്പെടാനോ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ബൈബിൾ വായിക്കാനോ അവർ സമയം കണ്ടെത്തുന്നില്ല. ദൈവവചനം വായിക്കാത്തത് കൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ ആത്മീയ വിവേകം നഷ്ടപ്പെടുന്നു. നമുക്ക് നന്മയുണ്ട് തിന്മയുണ്ട്, ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ദൈവവചനം ആവശ്യമാണ്, പ്രമാണം വേണം. ഈ പ്രമാണമില്ലാതെ നന്മ ഏതാ തിന്മ ഏതെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ദൈവവചനം പഠിക്കേണ്ടത്, ദൈവവചനത്തിൽ വളരേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. യേശുക്രിസ്തു പോലും സാത്താനെ ജയിച്ചത് ദൈവവചനം ഉച്ചരിച്ചുകൊണ്ടാണ്. അവിടെയാണ് പ്രസക്തി. യേശുക്രിസ്തു ദൈവവചനം ഉച്ചരിച്ചുകൊണ്ടാണ്. അപ്പം യേശുക്രിസ്തുവിന് ജയിക്കാൻ സാധ്യമായത് ദൈവവചനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളും സാത്താനെ ജയിക്കണം, ലഹരിയെ ജയിക്കണമെങ്കിൽ, ജഡിക മോഹങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവവചനം ഉള്ളിൽ വേണം. അതുകൊണ്ട് യുവാക്കൾ പ്രാർത്ഥനയിലേക്കും വചന വായനയിലേക്കും മടങ്ങി വരാതെ ഈ ലോകത്തിന്റെ ദുസ്വാധീനങ്ങളെ ജയിക്കാൻ അവർക്ക് കഴിയില്ല. ആമേൻ. ഈ സാറേ, ഇന്ന് കാണുന്ന ഒരു സംഭവം, ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ അകൽച്ച കാണപ്പെടുന്നുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്തതും ബഹുമാനിക്കാത്തതുമായ മക്കളെയാണ്, അങ്ങനെ ഒരു സംസ്കാരമാണ് മക്കളിൽ വളർന്നു വരുന്നത്. ഇത് ഒരു യുവാവിന്റെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് വെറും ഒരു ധാർമ്മിക ഉപദേശം മാത്രമല്ല, വചനത്തോടു കൂടിയ ദൈവകൽപ്പനയാണ്. ഇതൊരു ദൈവകൽപ്പനയാണ്. ഇതൊരു ഭൗതികമായ അല്ലെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോഴോ ധാർമ്മികമായ മാനുഷികമായ ഒരു ഉപദേശമല്ലത്. കാരണം ഇത് ദൈവികമായ ഉപദേശമാണ്. ഇത് വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 2 മുതൽ 3 വരെ വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഇത് യുവാക്കന്മാർ അനുസരിച്ച് മതിയാവും. മാതാപിതാക്കളെ അനുസരിക്കുന്നത് അതവർക്ക് അനുഗ്രഹമാണ്. അവർക്ക് നന്മയുണ്ടാകാൻ, അവർക്ക് ദീർഘായുസ് ഉണ്ടാകാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. മാതാപിതാക്കളുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും അവഗണിക്കുമ്പോഴാണ് പല യുവാക്കളും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും അപകടകരമായ ജീവിതശൈലിയിലേക്കും വഴുതി വീഴുന്നത്. നമുക്ക് കാണാം, ഇന്ന് എത്രയോ അപകടങ്ങളിൽപ്പെട്ട് കുട്ടികൾ, യുവാക്കള് ഇതായതാണ്. കാരണം മാതാപിതാക്കളെ അവരനുസരിക്കുന്നില്ല, തന്നിഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നു. മാതാപിതാക്കളുടെ ഉപദേശം അവർ തേടുന്നില്ല. അപ്പൊ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കുന്നവർക്കാണ് ദൈവഭയത്തിലും അനുഗ്രഹത്തിലും വളരാൻ കഴിയുക. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾ യേശുക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെടണം. മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കാനും അവരെ സ്നേഹിക്കാനും യുവജനങ്ങൾ തയ്യാറാകണം. ഇന്നത്തെ യുവതിവാക്കന്മാർ തയ്യാറാകണം. അപ്പോഴാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് സാറിൽ നിന്ന് കേട്ടത്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇന്നത്തെ യുവാക്കൾക്ക് വിശ്വാസ ജീവിതത്തിലൂടെ എങ്ങനെ മുന്നേറാൻ കഴിയും? ജീവിതത്തിൽ വ്യക്തമായി ലക്ഷ്യമില്ലാത്തതാണ് അനേക യുവാക്കളെ വഴിതെറ്റിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ യുവാവിന് ദൈവത്തിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ 29:11 ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശപൂർണമായ ഒരു ഭാവി നൽകേണ്ടതിന് ഞാൻ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്ന വിചാരങ്ങൾ നന്മയ്ക്കുള്ളവ അല്ലാതെ തിന്മയ്ക്കുള്ളവയല്ല. അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയും പ്ലാനുമുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, തിന്മയ്ക്ക് വേണ്ടിയല്ല. കാരണം അതുകൊണ്ടാണ് ആ കൊച്ചു ഉപദേശി പറയുന്നത്, ദോഷമായിട്ടൊന്നും എൻ്റെ പിതാവ് എന്നോട് ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പൊ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്, നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് യുവാക്കന്മാരും യുവതികളും ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൽ വേരൂന്നിയ ജീവിതം നമുക്ക് ആത്മീയ സ്ഥിരത നൽകും. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടണം. യൗവനക്കാരനായി ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ഗോലിയാത്തിനെ ജയിച്ചു. അപ്പൊ അവൻ ശരിക്കും പറഞ്ഞ് ഗോലിയാത്തിനെ ജയിച്ചത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത് കൊണ്ടോ അവന്റെ ബുദ്ധിപരമായിട്ടുള്ള കഴിവിൽ വെച്ചോ, അവൻ എന്താ പറയാ ഏതെങ്കിലും പ്രാഗൽഭ്യം വെച്ചിട്ടല്ല അവൻ ജയിച്ചത്. അവൻ വിശ്വാസത്താൽ യുദ്ധവീരനായ യൗവനക്കാരനായ ദാവീദ്, ബാലനായി ദാവീദ് എങ്ങനെയാ ജയിച്ചത്? അവൻ ദൈവത്തിന്റെ ആശ്രയത്തിലാണ് ജയിക്കാനായിട്ട് ഇടയായത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യുവതിയൊക്കന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവാശ്രയ ബോധമുള്ളവരായിട്ട് വളരണം. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ യുവാവിനും ജീവിതത്തെ എല്ലാ വെല്ലുവിളികളെയും വിശ്വാസത്താൽ ജയിക്കാൻ കഴിയും.
അതെ. ഇന്നത്തെ യുവതി യുവാക്കന്മാർക്ക് വിശ്വാസത്താൽ സകലത്തെയും ജയിക്കാനായിട്ട് കഴിയും. സാറ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. ഉവ്വ. നമ്മുടെ യുവാക്കളൊക്കെ ആ. ദൈവത്തിലുള്ള ഒരു ആശ്രയത്തിന്റെ ഒരു പ്രാധാന്യം. ഉവ്വ. അപ്പോൾ നമ്മൾ ബൈബിള് വായിക്കുമ്പോഴും പഴയ നിയമത്തില് ഒരു ആസായെ കുറിച്ച് കാണുന്നുണ്ട്. ഉവ്വ. ആസാ രാജാവ് ദൈവത്തെ ആശ്രയിച്ചു. ഉവ്വ. അവന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിച്ചു വന്നപ്പോൾ മുഴുവൻ അവന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. ആ. എല്ലാത്തിലും അവന് വിജയമായിരുന്നു. എന്ന് ദൈവത്തെ ആശ്രയിക്കുന്നത് നിന്നോ അന്ന് അവന്റെ പരാജയമായി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വിഷയം. സാറേ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ആത്യന്തികമായ പരിഹാരം പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് അല്ലേ, ഒരു അഭിഷേകം പ്രാപിക്കുക എന്നതല്ലേ? ഇപ്പൊ എന്താ, അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് യുവാക്കൾ ഈ ശക്തി എങ്ങനെ പ്രാപിക്കണം? തീർച്ചയായും ടീച്ചർ, ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മൾ പോകുന്ന വഴികളിലെല്ലാം വിജയം കൈവരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരു ഡെഡിക്കേഷൻ അത് വെച്ചാൽ ഒരു സമർപ്പണം നടത്തിയാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഏതായാലും കറക്റ്റായിട്ട് വഴി നടത്തും. സ്വന്തം ബലത്തിലോ കഴിവിലോ പാപത്തെയും ലോകത്തെയും ജയിക്കാനായിട്ട് കഴിയില്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനിവാര്യമാണ്. യോവേൽ 2:28 ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യും. ദൈവം ഇങ്ങനെ വാഗ്ദത്തം ചെയ്യുക, ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. എന്താണ്? എല്ലാ യൗവനക്കാരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും. മാത്രമല്ല, അവർ ദർശനങ്ങൾ ഉണ്ടാകും, അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാകും, അവർക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ട് കഴിയും, അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കും. അതിനെന്ത് ചെയ്യണം? നാം വാഗ്ദത്തം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് പ്രാപിച്ചവർ അടങ്ങിയിരിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മേൽക്കുമേൽ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടപ്പോൾ വീരുക്കളായ ശിഷ്യന്മാർ ധീരസാക്ഷികളായി മാറി. അവർ ഭയപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ ഭയമുണ്ടായി. ഇനി മുന്നോട്ട് എങ്ങനെ പോകും? പത്രോസ് തള്ളിപ്പറയാനിടയായി. അപ്പൊ അവരുടെ ഭയത്തിലും അവരുടെ പ്രയാസത്തിലും എന്താ അവിടെ സംഭവിച്ചത്? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ആ 120 പേരോട് കൂടെ സെഹിയോന്റെ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് യേശുവിന്റെ അമ്മയായ മറിയം തന്റെ യേശുവിന്റെ സഹോദരങ്ങളോടൊപ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, 120 പേര് പ്രാർത്ഥിച്ചപ്പോൾ അവരെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. അവര് ഭയരഹിതരായ അവരെ എന്ത് ചെയ്തു? ഭയത്തിന് അടിമകളായ അവര് ധീരന്മാരായി മാറി. അവർ പിന്നീട് ധൈര്യത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അവർ പ്രസംഗിച്ചപ്പോൾ 5000-10,000 പേരൊക്കെ മാനസാന്തരത്തിൽ കടന്നു വരാനായിട്ട് ഇടയായി. ഇന്ന് യുവജനങ്ങൾക്ക് ആവശ്യമായത് പെന്തക്കോസ്ത് അനുഭവമാണ്. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതത്തെ നിറയ്ക്കും. അതിന് നാം എളിമപ്പെടാനും താഴ്മ ധരിക്കാനും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഇരിക്കാനും നമ്മൾ തയ്യാറാകണം. അതിന് യുവതിയുവാക്കന്മാർ മടി കാണിക്കാതെ, ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് വിചാരിക്കാതെ. കാരണം വചനം പറയും, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. നിന്റെ യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ ഓർക്കാൻ പറയുമ്പോൾ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും പാപത്തെ ജയിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് യുവാക്കൾക്ക് ഏറ്റവും അനിവാര്യമാണ്. കാരണം അവരുടെ ഈ പ്രായം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പ്രായമാണ്. അപ്പൊ ആ പ്രായത്തിൽ അവർക്ക് എല്ലാത്തിനെയും ലോകത്തെയും എന്താ പറയുക സമൂഹത്തെയും ഒക്കെ അതിജീവിക്കണമെങ്കിൽ, പ്രതിസന്ധികൾ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. നമ്മൾ ഈ ലോകത്ത് സഹായിക്കാൻ ആ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല, അതാണ് പ്രശ്നം. ഇത് തിരിച്ചറിഞ്ഞ് യുവാക്കളും മുട്ടുമടക്കി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, പിന്നെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നടത്തും. ജോലിയും കിട്ടും, എല്ലാം കിട്ടും, എല്ലാ കാര്യത്തിലും തീരുമാനമാകും. പരിശുദ്ധാത്മാവ് നടത്തും. അത് വലിയ ദൈവാനുഗ്രഹമാണ്. എന്റെ 26-ാമത്തെ വയസ്സിലാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നത്. 26-ാമത്തെ വയസ്സിൽ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു പ്രതിസന്ധി കൂടാതെ എത്ര പ്രതികൂലങ്ങളിലും ഞാൻ നേരിട്ട പ്രതികൂലങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് ഈ ലോകത്ത് അസാധാരണമായിട്ട് അത്രയും ആളുകൾ നേരിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത്രയും അസാധാരണമായ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും.
വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ചിന്തോദ്ദീപകവുമായ വചനങ്ങളാണ് ഇന്ന് നമ്മൾ അബ്രഹാം പുറമടത്തിൽ നിന്ന് കേട്ടത്. യുവജനത കേൾക്കാനുള്ളത്: മയക്കുമരുന്നിന്റെ കെണികളിൽ നിന്നും ജീവിത വിശുദ്ധിയില്ലായ്മയിൽ നിന്നും മോചനം നേടി പ്രാർത്ഥനയിലും ദൈവാനുസരണത്തിലും വളർന്ന് മാതാപിതാക്കളെ ബഹുമാനിച്ച് ലക്ഷ്യബോധമുള്ളവരായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ ഈ ചർച്ച യുവജനത്തിന് പ്രചോദനമാകട്ടെ. ഓരോ പുതിയ ദിവസവും പുതിയൊരു അവസരമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ഭാവി മനോഹരമായിരിക്കും. വിലയേറിയ വചനചിന്തകൾ പങ്കുവച്ച ബ്രദർ അബ്രഹാം പുറമടത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ദിവ്യ ബാലകാശ്രമം ന്യൂ ലൈഫ് റിട്രീറ്റ്, മലയിടന്തുരുത്ത്, എറണാകുളം 9846718296.